MBBS കഴിഞ്ഞ് MDയും കഴിഞ്ഞു, അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഡോക്ടർമാർ മാത്രം ആശുപത്രിയിൽ വന്നാൽ നമുക്ക് അസുഖത്തിന് ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയില്ല. അപ്പം പാരാമെഡിക്കൽ സ്റ്റാഫ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അവരില്ല എങ്കിൽ നമുക്ക് ആരോഗ്യ മേഖല പുഷ്ടിപ്പെടുത്തിപ്പോകാൻ പറ്റില്ല. അപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയിലാണ് മനുഷ്യൻ്റെ ആയുസ് കയ്യിലിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമുള്ള നാടാണ് കേരളം. കാരണം ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരാരും പത്രം വായിക്കില്ല, എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അത് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാണ്, ഈ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിൽ പോയാണ്, ഞാനും ജോസും പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇല്ലാത്ത ഒരു മെച്ചം ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല 2 ലബോറട്ടറി ഇവിടെ ഞാൻ കണ്ടു. വിജ്ഞാനത്തിന്റെ വിസ്മയ ലോകത്തേക്ക് പുതിയൊരു വാതിൽ തുറക്കുന്ന ഇന്നത്തെ ദിവസത്തിൽ സ്നേഹവും സമൃദ്ധവുമായ ഒരു സ്വാഗതം അർപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യാതിഥി ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാർ, കേരള രാഷ്ട്രീയത്തിൻ്റെ തിളക്കമുള്ള മുഖമായ ശക്തമായ നേതൃത്വവും സദാചാരമുള്ള പ്രവർത്തന ശൈലിയും അനാവൃതമാക്കിയ ഒരാളാണ് അദ്ദേഹം. ജനങ്ങളോട് ദീർഘകാലം സ്നേഹബന്ധം പുലർത്തുന്ന ജനപ്രതിനിധിയായ അദ്ദേഹത്തെ ഈ വേദിയിലെ അതിഥിയായി സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. സ്നേഹവും ആദരവുമോടെ നമ്മുടെ സദസ്സിലേക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആ കോഴ്സുകളിൽ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അറിവ് ലഭിക്കാനും കണ്ടും കേട്ടും പഠിക്കാനും കഴിയുന്ന തരത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തി VR ടെക്നോളജി ഈ മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ വെർച്വൽ റിയാലിറ്റിയുടെ ലോഞ്ചിങ് ഇപ്പോൾ നടത്തിയത്. നമുക്കറിയാം, കേരളത്തിൽ ധാരാളം പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആരോഗ്യരംഗത്ത് ഏറെ മുന്നിലാണ് കേരളം. ഒരുപക്ഷെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമുള്ള നാടാണ് കേരളം. ഇവിടെയുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആ കേന്ദ്രങ്ങളിൽ വിവിധ ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആളുകളുടെ ആരോഗ്യം നമുക്ക് പരിരക്ഷിക്കാൻ പറ്റും. MBBS കഴിഞ്ഞ് MDയും കഴിഞ്ഞു, അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഡോക്ടർമാർ മാത്രം ആശുപത്രിയിൽ വന്നാൽ നമുക്ക് അസുഖത്തിന് ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയില്ല. എന്തസുഖമാണ്, രോഗം വരാനുള്ള കാരണം എന്താണ്, അത് കണ്ടുപിടിക്കണമെങ്കിൽ
പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ ആവശ്യം ഏറ്റവും പ്രയോജനമാണ്. ഇപ്പോൾ MLT കഴിഞ്ഞുള്ള കുട്ടികൾ, റേഡിയോളജിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് സമ്പൂർണ്ണമായി ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ കഴിയൂ. അതുകൊണ്ട് അടിസ്ഥാനം നമുക്കറിയാം, ഒരു വീട് വെക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ റെഡിയല്ല എങ്കിൽ നമ്മൾ എങ്ങനെ വീട് വെച്ചാലും താഴെ പോകും. അപ്പം പാരാമെഡിക്കൽ സ്റ്റാഫ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അവരില്ല എങ്കിൽ നമുക്ക് ആരോഗ്യ മേഖല പുഷ്ടിപ്പെടുത്തിപ്പാൻ പറ്റില്ല. അപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയിലാണ് മനുഷ്യൻ്റെ ആയുസ് കയ്യിലിരിക്കുന്നത്. അവർ തെറ്റായി റിപ്പോർട്ട് ചെയ്താൽ തെറ്റായ മെഡിസിൻ ആയിരിക്കും ഡോക്ടർമാർ കൊടുക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഒരേ ആളിൻ്റെ ബ്ലഡ് പല ലബോറട്ടറികൾ പരിശോധിക്കും, പല രീതിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ കേസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൃത്യതയായിരിക്കണം. അപ്പോൾ അങ്ങനെ കൃത്യതയായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കൃത്യമായി പഠിക്കാൻ കഴിയണം. ഞാൻ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. കാരണം ഈ പാരാമെഡിക്കൽ സ്റ്റാഫ് അവർക്ക് പ്രത്യേകിച്ച് മിക്കവാറുമുള്ള സ്ഥാപനങ്ങളിൽ MLT ആണ്. അപ്പം മെഡിക്കൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് ഭൂരിപക്ഷം പ്രദേശത്തുള്ളത്. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് എടുക്കണമെങ്കിൽ വെയിൻ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ്. ബ്ലഡ് എടുത്തിട്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ മിഷനറി ഉപയോഗിച്ച് എന്താണ് അതിനുള്ള സംവിധാനത്തിൽ അത് പരിശോധിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു മനുഷ്യന് അസുഖം ഉണ്ടാകുന്നുള്ളതിനെ സംബന്ധിച്ച് വിവിധ പരിശോധനകളുണ്ട് ബ്ലഡിൽ. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ പരിശോധനയും ബ്ലഡിൽ നടത്താൻ പറ്റും. ഞാൻ കൃത്യമായി എല്ലാ മാസവും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എല്ലാം അറിയാം. അത് കറക്റ്റ് അല്ലെങ്കിൽ, കൃത്യമായ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ രോഗി അപകടത്തിലാവും. കാരണം രോഗി നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മെഡിസിൻ കുറിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിരിക്കണം. എന്ത് വേണം? കൃത്യമായ പഠനം ഉണ്ടാവണം. അതായത് കൃത്യമായ ട്രെയിനിങ്ങും കൃത്യമായ പരിശീലനവും ഇല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ സുനിത വില്യംസ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ നിന്ന് താഴോട്ട് വന്ന് നിങ്ങളെല്ലാം കണ്ടു കാണും. നേരത്തെ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രിയെ മരിച്ചുപോയി. അതാരാന്നറിയാമോ? കൽപ്പന ചൗള. ഈ ബഹിരാകാശ നിലയം തന്നെ അവിടെ എന്താണ് നിൽക്കുകയല്ല ഒരിടത്ത്, അതിങ്ങനെ നമ്മുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുക ബഹിരാകാശ നിലയം. ആ ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിലേക്കാണ് ഈ ഭൂമിയിൽ നിന്ന് വേറൊരു റോക്കറ്റ്, ഒരു പേടകം ആളിനെയും കൊണ്ട് അവിടെ പോകുന്നത്. എന്തിനാണ്? ഈ ആളിനെ അതിനകത്ത് ഇറക്കിയിട്ട് അവിടെയുള്ള ആളിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷനിലേക്ക് വേറൊരു പേടകം. അപ്പോൾ എത്ര വേഗത്തിലാണ് പോകണമെന്നറിയാമോ? അത് നമ്മൾ ഉദ്ദേശിക്കാത്ത വേഗത്തിലാണ് പോകുന്നത്. ആ സ്പീഡിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പേസ് സ്റ്റേഷൻ്റെ പുറകിൽ ഈ പേടകം ചെന്ന് തൊട്ട് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തിട്ട് ഇവർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഇറങ്ങണം. തിരിച്ച് അവർ ഇതിനകത്ത് കയറിയിട്ട് അൺഡോക്ക് ചെയ്യണം. അതേ വേഗത്തിൽ തിരിച്ച് ഭൂമിയെ കറങ്ങി സ്പീഡിൽ താഴെ വരണം. വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് വരുമ്പം പാരച്യൂട്ട് നിവർന്ന് പതുക്കെ താഴെ വന്ന് കടലിലേക്ക് പതിക്കും. നമ്മൾ കണ്ടതാണ്. ഇതാരാണ് ചെയ്തത്? എവിടെ ഇരുന്നാണ് ചെയ്തതെന്നറിയാമോ? ഇത് ഭൂമിയിലിരുന്ന് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ
മനുഷ്യനാണ് ചെയ്തത്. അത് കാൽക്കുലേഷനാണ്, മാത്തമാറ്റിക്സാണ്, കണക്കാണ്, ടൈമിംഗ് ആണ്. ഇത് തെറ്റിയാൽ ഇത് കത്തി അമർന്ന് പോവും, ആളുകൾ മരിച്ചു പോവും. അപ്പോൾ എത്ര കറക്റ്റാണെന്ന് നോക്കിക്കോളൂ. ഇവിടെ ഇരുന്ന് ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ആ റോക്കറ്റിനെ വിക്ഷേപിക്കുന്നു, ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ പുറകെ ചെന്ന് അതിനെ പിടിക്കുന്നു, തൊടുന്നു, അതിനകത്ത് ആളിറങ്ങുന്നു, തിരിച്ചു കയറ്റുന്നു, വേഗത്തിൽ കൊണ്ടു. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് പുതിയ കണ്ടുപിടുത്തം വരാൻ പോകുന്നു. അതായത് ഇപ്പം നമ്മൾ കടലിലാണ് ഇറങ്ങുന്നത്. ഇനി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിലേക്ക് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചെങ്കിൽ ISRO അത് ലോഞ്ച് ചെയ്തു. നിങ്ങൾ പത്രം വായിക്കാത്തവരായതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. കാരണം ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരാരും പത്രം വായിക്കില്ല, എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അത് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം ഇന്ന് ലേറ്റസ്റ്റാണ് ISRO ഈ ലാൻഡിങ് സംവിധാനം കണ്ടുപിടിച്ച് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരികയാണ് നമ്മുടെ നാട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, അപ്പോൾ വെർച്വൽ റിയാലിറ്റി ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ അനാട്ടമി പഠിക്കണമെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ മെഡിസിൻ ആയാൽ പോലും ഇല്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ ഞാൻ ഈ അടുത്ത നാളിൽ സന്ദർശിച്ചു. മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അപ്പോൾ എനിക്ക് ഈ അവർ കുട്ടികൾ പഠിക്കുന്ന തിയേറ്റർ ഒന്ന് സന്ദർശിക്കണമെന്ന് എന്നോട് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ കാണാം, ഒരു 10 കുട്ടികൾ ഒരുമിച്ച് ഒരു മനുഷ്യ ശരീരം സ്റ്റഫ് ചെയ്തതാണ്. അതിൻ്റെ പകുതി നമ്മുടെ നെഞ്ചിന് താഴെ വയറിൻ്റെ അവിടെ വരെയുള്ളത് അത്രയും ഭാഗമേ ഉള്ളൂ. ഈ 10 പേര് അതിട്ട് തുന്നി പഠിക്കുക, അതിങ്ങനെ തുന്നി എടുത്ത് കാണിച്ചൊക്കെ പഠിപ്പിക്കുക. കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യ ശരീരം കിട്ടാനില്ല, ബോഡി കിട്ടാനില്ല. കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനായി ബോഡി കൊടുക്കുന്നവരുടെ എണ്ണം കുറവാണ്. നേരത്തെയൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുമായിരുന്നു. അപ്പം ബോഡി കുറവായതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടിയ ബോഡി ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് പല മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. അതാണ് അവിടെ എല്ലാം അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആർട്ടിഫിഷ്യലായിട്ട് ബോഡി സൃഷ്ടിക്കും. ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചിട്ട് അത് ഒന്ന് റബ്ബർ ഉപയോഗിച്ചപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ്. പലയിടത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അവർ പ്രാക്ടീസിൽ ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാണ്, ഈ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിൽ പോയാണ്, ഞാനും ജോസും പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇല്ലാത്ത ഒരു മെച്ചം ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല 2 ലബോറട്ടറി ഇവിടെ ഞാൻ കണ്ടു. ഞാൻ ഈ പോകുന്നിടത്തെല്ലാം കയറി അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്ന ആളാണ് ഞാൻ. എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കിയാലേ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടും പോയി നോക്കും. ഇവിടെ വന്നപ്പോൾ 2 മെച്ചപ്പെട്ട ലബോറട്ടറി ഉണ്ട്. അനാട്ടമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്രിമമായി ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച ഒരു ബോഡി, മനുഷ്യൻ്റെ ശരീരം, ഒരു കുട്ടി, അതിൽ തന്നെ മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും പ്രത്യേകം സെപ്പറേറ്റ് അവയവങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായി ഈ കുട്ടികൾക്ക് ഡയാലിസിസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്കായാലും, OT സ്പെഷ്യലൈസ് ചെയ്ത കുട്ടികൾക്കായാലും, റേഡിയോളജി സ്പെഷ്യലൈസ് ചെയ്ത കുട്ടികൾക്കായാലും കൃത്യമായി ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ലാബ് സംവിധാനം മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട വിജയമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവിടെ അതോടൊപ്പം കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ് വെർച്വൽ റിയാലിറ്റി. ആ വെർച്വൽ റിയാലിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കല്പ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഞാനിത് ഉപയോഗിച്ച ആളാണ്. ജോസിനോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജോസെ എനിക്കത് കാണണമെന്ന് പറഞ്ഞു. ജോസ് എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നു. ഞാനത് എൻ്റെ കണ്ണിൽ വെച്ച് ഹെഡ്സെറ്റും വെച്ച് 2 കൈയും എൻ്റെ മൗസ് ഉപയോഗിച്ച് ഞാനിത് പരിശോധിച്ചപ്പോൾ ഞാനൊരു മായാ ലോകത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒരു മായിക
ലോകത്ത്, ഒരു പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് തോന്നി. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തെ ഞാൻ എടുത്തു. ആ മനുഷ്യ ശരീരത്തിനെടുത്തപ്പോൾ അതിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഓരോ 2 കൈയിലെയും ഇതിൻ്റെ മൗസ് ഉപയോഗിച്ച് ഞാൻ അത് അമർത്തി നോക്കിയപ്പോഴത്തേക്ക് കാണാം വളരെ വ്യക്തമായി, വളരെ ഹൈലൈറ്റ് ചെയ്ത്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രയോജനം പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക്, സയൻസ് ബാച്ച് എടുക്കുന്ന ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനമാണ്. അതുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇവർക്കെല്ലാം ഏറ്റവും പ്രയോജനമാണ്. നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനും ഇത് ഏറ്റവും പ്രയോജനമാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വെർച്വൽ റിയാലിറ്റി നമ്മുടെ സ്ഥാപനങ്ങളിൽ അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് ജോസ് ഈ പാരാമെഡിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ആ കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് എല്ലാ സ്ഥാപനങ്ങളിലേക്കും പോകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇവിടെ നമുക്കത് ഏറ്റവും പ്രയോജനമായിരിക്കും. അത് ഇതിനെക്കുറിച്ച് ഗവേഷണം നടന്ന് ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ ഇതിനെക്കുറിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗവേഷണം തീർച്ചയായിട്ടും ഈ രംഗത്തെ ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാക്കി മാറ്റും. അപ്പം മനുഷ്യൻ്റെ ഈ ശരിക്കും വെർച്വൽ റിയാലിറ്റി കണ്ടുപിടിച്ചത് മനുഷ്യനാണ്, മനസ്സിലാക്കണം. അപ്പം മനുഷ്യൻ്റെ ഒരു ബ്രെയിൻ, അവൻ്റെ തലച്ചോറ് അപാരമാണ്. ആ ബ്രെയിൻ നമ്മൾ നല്ലതിന് വേണ്ടി ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ബ്രെയിൻ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ വശീകരിക്കുന്ന ഒന്നാണ് മയക്കുമരുന്നും മദ്യവും. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഒരുപാട് പേർ ഇന്ന് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മയക്കുമരുന്ന് മാഫിയ നമ്മുടെ നാടിനെ പിടിച്ചു മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ് അത്. അപ്പം നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ പോസിറ്റീവായി ചിന്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റണം. അതിന് നിങ്ങൾക്ക് ഈ വെർച്വൽ റിയാലിറ്റി ഉപയോഗപ്രദമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വെർച്വൽ റിയാലിറ്റിയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ, അതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ ബന്ധപ്പെട്ട ഇതിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുടെ ഉണ്ട്. അദ്ദേഹം വളരെ വിശദമായി അത് പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പുരോഗതിക്ക്, നമ്മുടെ സാമൂഹിക സുരക്ഷിതാവസ്ഥയ്ക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കൂടുതൽ അറിവുള്ളവരായി മാറിയെങ്കിൽ മാത്രമേ ലോകം വിപുലമാവൂ. എത്രമാത്രം നമുക്ക് അറിവുണ്ടാകുന്നോ ആ അറിവ് ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കണം. ഒരു നല്ല മനുഷ്യനെയാണ് നമുക്ക് ആവശ്യം. ആ നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ അറിവ്, ബുദ്ധി, ചിന്ത ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും സാധ്യമാക്കും. അതിന് നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, കാര്യം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? വരുമാനം ഉണ്ടാകണം. ജോലി കിട്ടിയാലേ വരുമാനമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് വിവാഹം കഴിക്കാനും വീട് വെക്കണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ചെറുപ്പക്കാർക്ക്. അപ്പം അതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട അറിവ് സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും വെർച്വൽ റിയാലിറ്റിക്ക് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ മദേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ വെർച്വൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട ഈ സംവിധാനം നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.